അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ആൻഡ്രോയിഡ് സെറ്റപ്പാണ്. നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഫോണിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ആൻഡ്രോയിഡ് സെറ്റപ്പ്. സോ നമുക്കിതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നോവ ലോഞ്ചർ എന്ന് പറയുന്ന ലോഞ്ചർ വേണം. സോ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നിങ്ങൾ നോവ ലോഞ്ചർ എന്ന് പറയുന്ന ആ ലോഞ്ചർ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുക. അതായത് അത് ഡൗൺലോഡ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന LG എന്ന ഫോണിൽ ഇതുപോലെയാണ് ഇതിൻ്റെ എന്താ പറയുക കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഒരു സെറ്റപ്പ് നമ്മളൊരു എന്താ പറയുക ഈ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ഹോമിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ നിങ്ങൾ നോവ ലോഞ്ചർ സെറ്റപ്പ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഹോം ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ എന്താ പറയുക UI മൊത്തം മാറിയിട്ടുണ്ടാവും. ഇതുപോലെ ആയിട്ടുണ്ടാവും. സ്ലൈഡ് ബാറായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ അതിലുള്ള ഐക്കൺസൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. ഗൂഗിളിൻ്റെത് മാത്രം അവിടെ നിലനിർത്താം. അതിനുശേഷം നമ്മൾ KWGT എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കിട്ടില്ല. അത് പെയ്ഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതിനുശേഷം മറ്റൊരു ആപ്ലിക്കേഷൻ കസ്റ്റം വിഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷം നിങ്ങളൊരു വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ KWGT എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ കുറച്ച് എന്താ പറയുക വിഡ്ജറ്റ്സ് കാണും. അപ്പോൾ നിങ്ങൾ അതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾക്ക് അതിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്കത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് റിസൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര സൈസിൽ നിങ്ങൾ റിസൈസ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ടൈമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനൊരു വിഡ്ജറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സൈസാണ് ഇവിടെ കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾ അതിൽ നിന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മറ്റേ ആ KWGT എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലേക്ക് ഇത് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക വിഡ്ജറ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരുപാട് വിഡ്ജറ്റ്സുകൾ ഇതിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു 10ഓളമേ വിഡ്ജറ്റ്സ് നിങ്ങൾക്ക് കാണുള്ളൂ ലാസ്റ്റത്തെ. അത് വലിയ ഭംഗിയൊന്നുമില്ല. സോ ഇതൊരു എന്താ പറയുക പെയ്ഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് കിടപ്പുണ്ട്. അതിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് അതൊരു സിപ്പ് ഫയലാണ്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് അൺസിപ്പ് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യുക. അതിലുള്ള പിന്നെ വാൾപേപ്പറും ഞാൻ ഇട്ടിരിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക ഒരു വിഡ്ജറ്റ് എന്നെടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിഡ്ജറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഈ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ഈ പ്ലസ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ഇങ്ങനെ വലുതായി വരും. നിങ്ങൾക്ക് വേണ്ടത്ര സൈസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് എന്താ പറയുക ബാക്ക് സേവ് ചെയ്തിട്ട് ബാക്ക് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇവിടെ സെറ്റായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഗൂഗിളിനെ റിമൂവ് ചെയ്ത് കളയാം. കാരണം നമുക്ക് അടിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിനെ റിസൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം നിങ്ങൾക്ക് കാണിക്കാനായിട്ട് മാത്രം സെലക്ട് ചെയ്യുകയാണ്. സൈസ് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എത്ര സൈസ് വേണമെന്നില്ല, ഒരു മീഡിയം സൈസ് മതി. സോ ഞാനിവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ വേറൊരു വിഡ്ജറ്റായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വാൾപേപ്പർ ഞാൻ ജസ്റ്റ് മാറ്റി. വാൾപേപ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു സിപ്പ് ഫയലിൽ ഉൾപ്പെടുത്തിയിടാം. അതിനുശേഷം നമ്മൾ ഇവിടെയുള്ള എല്ലാ ആപ്പിൻ്റെ ഐക്കൺസും റിമൂവ് ചെയ്ത് കളയാം. ഇവൻ നമ്മൾ എന്താ പറയുക ആപ്സിൻ്റെ ഡ്രോയറിലെ അതിൻ്റെ ആ ഒരു ഇതും കൂടി നമ്മൾ റിമൂവ് ചെയ്ത് കളയേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്തൊരു വിഡ്ജറ്റിൻ്റെ ഇത് എടുക്കുക, ലേഔട്ട് എടുക്കുക. അതിനുശേഷം നമ്മളത് എവിടെയും കൊണ്ടുപോയിടുക. നിങ്ങൾക്ക് നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. ഇനി നമ്മൾ ഈ ഒരു ഡ്രോയർ മോഡിൻ്റെ ആ ഒരു ടാബും കൂടി നമ്മൾ റിമൂവ് ചെയ്ത് കളയാണ്. അതിനുശേഷം നമ്മൾ ഇത് മുകളിൽ വെച്ചതിന് ശേഷം അതിനൊരു എന്താ പറയുക ഈ ഒരു സൈസിലേക്ക് ആക്കിയതിന് ശേഷം നിങ്ങളത് വെക്കുക. അതിനുശേഷം നിങ്ങളതിലേക്ക് കുറച്ച് ആപ്ലിക്കേഷൻസാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അതിന് വേണ്ടി നമ്മൾ ഗൂഗിളിൻ്റെ ഒരു ടാബ് ഉണ്ടല്ലോ അല്ലെ, അത് ബഡ്ജറ്റ്, അത് എടുത്തിട്ട് അടിയിലേക്ക് കൊണ്ടുപോയിടുക. അതിനൊന്ന് റിസൈസ് ചെയ്യുക. ഓക്കെ, അതിനൊന്ന് റിസൈസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് സ്ക്രീനിന് പാകത്തിനായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു വിഡ്ജറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ആ ആപ്ലിക്കേഷനിലേക്ക് തുറക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ആദ്യം യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു വിഡ്ജറ്റ് എടുക്കുക.
ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് യൂട്യൂബ്, അതുപോലെ വാട്സപ്പ്, ഫേസ്ബുക്ക് അടങ്ങുന്ന ഒരു വിഡ്ജറ്റാണ്. പിന്നെ അതൊരു 11 എന്ന ഒരു സൈസിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാണ് കാണാനൊരു നല്ലൊരു നീറ്റ് ലുക്ക് കിട്ടുക. സോ അങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓരോ ടാബിലും തൊടുമ്പോൾ എന്തോ ഓപ്പൺ ആക്കണം എന്നൊക്കെ ഉള്ളത് അതിൽ ഉണ്ട്. പക്ഷേ നമ്മളിത് ഓൾറെഡി സെറ്റഡ് ആണ് ആപ്ലിക്കേഷൻ. നമുക്ക് വേറെ എന്തെങ്കിലും തുറക്കണം എന്നാണെങ്കിൽ അങ്ങനെയും പറ്റും. പിന്നെ ചാനൽ നിങ്ങൾ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഗൂഗിളൊക്കെ കണ്ടില്ല, ഞങ്ങൾ ആ ഒരു ടാബ് തുറക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. സോ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഇതൊരു എന്താ പറയുക, ഓഡ് ആപ്ലിക്കേഷനൊന്നുമല്ല, പെയ്ഡ് ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ അതുകൊണ്ട് ഫോൺ ഹാംഫുള്ളായിട്ടുള്ളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മളെ സെറ്റപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഡ്രോയർ മോഡൊക്കെ ക്ലിയർ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നോവ ലോഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, വളരെ നീറ്റായിട്ടുള്ളൊരു എന്താ പറയുക ലോഞ്ചർ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അതിനുശേഷം നിങ്ങൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ ഇനിയും കാണുമെന്ന് പ്രതീക്ഷയോടെ.